തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിലാണ് തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, എന്താണ് സംഭവിച്ചത്? ആശങ്കപ്പെടുന്ന സാഹചര്യമാണോ? മനു, ഏതായാലും നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത അല്പസമയത്തിനകം തന്നെ കൈവരിക്കാൻ സാധിക്കും. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഈ അത്യാഹിത വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി രോഗികളെ മാറ്റേണ്ടി വന്നൊരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. രോഗികളെ മറ്റിടങ്ങളിലേക്ക് വേഗത്തിൽ തന്നെ ആശുപത്രി അധികൃതർ മാറ്റുന്നുണ്ട്. അത് ഇപ്പോൾ അതിനകത്ത് നിന്നുള്ള, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള രോഗികളെ ഇപ്പോൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ചെങ്കൽച്ചുളയിലെയും അതോടൊപ്പം തന്നെ ചാക്കയിലെയും ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും രോഗികൾക്ക് അത്യാഹിത വിഭാഗമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉള്ള രോഗികൾ ഉണ്ടാകും. അവരെ മാറ്റുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തടസ്സങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് തടസ്സമില്ലാതെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും മറ്റു തരത്തിൽ, പ്രത്യേകിച്ചും ഒരു തീപിടുത്തമാണ്, ആശുപത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പുക ഉയരുന്നതടക്കം ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളെ സാരമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ കണക്കിലെടുത്ത് ആ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ കൂടി സ്വീകരിച്ചാണ് ഇപ്പോൾ അതിൽ തുടർ നടപടികൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഈ മെഡിക്കൽ കോളേജ് അതായത് ഈ അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ അടിയന്തരമായി തന്നെ അവിടെ നിന്നും മാറ്റുന്ന നടപടി, അത് അപ്പോൾ തന്നെ ഈ തീപിടുത്തം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർ ഉറപ്പാക്കിയിട്ടുണ്ട്. രോഗികളെ പൂർണ്ണമായും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് ഈ ഉയരുന്ന പുകയുമായി ബന്ധപ്പെട്ടാണ്. ഈ പുക ഏതൊക്കെ തരത്തിൽ അവിടെ രോഗികളെ ബാധിക്കും, അത് വ്യാപിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ നിന്നും രോഗികളെ മാറ്റുന്ന ഒരു സാഹചര്യം, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗികളെ അടിയന്തരമായി തന്നെ മറ്റിടങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഇനിയിപ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രോഗികളൊക്കെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവരും അത്യാസന്ന നിലയിലുമുള്ളവരൊക്കെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടാകാം. അതൊരു പ്രശ്നമാണല്ലേ? അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളാണല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും മനു, അത് വലിയൊരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ICUവിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആശുപത്രി അധികൃതർ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഈ ICUവിൽ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ അവിടെ നിന്നും രോഗികളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് ആദ്യം കടന്നു. അതിന്റെ ഭാഗമായി ICUവിൽ ഉണ്ടായിരുന്ന രോഗികളെ പൂർണ്ണമായും അവിടെ നിന്നും മാറ്റുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ ICUവിൽ തീപിടുത്തം ഉണ്ടായതിൽ നിന്ന് ഉയരുന്ന പുക, ആ പുക വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് എവിടേക്കൊക്കെ വ്യാപിക്കുമോ അവിടങ്ങളിൽ ഉള്ള രോഗികളെ അടക്കം മാറ്റുന്നതടക്കമുള്ള നടപടികൾ, അതിലേക്ക് കൂടിയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതായാലും ഇതിൽ ഈ തീപിടുത്തം ഉണ്ടായ ഒരു ഘട്ടത്തിൽ തന്നെ അടിയന്തരമായി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അതോടൊപ്പം തന്നെ കാക്കയിൽ നിന്നും ഒപ്പം തന്നെ ചെങ്കൽച്ചുളയിൽ നിന്നും അടക്കമുള്ള യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുകയും അതിനെ തുടർന്ന് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഉറപ്പിക്കുന്നതിന്റെ ഒരു നടപടികളിലേക്ക് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ കടന്നിട്ടുള്ളത്. അത് എല്ലാ രോഗികളും സുരക്ഷിതരാണ് എന്നത് ഉറപ്പാക്കുക, അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് പ്രാഥമിക ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ ഉറപ്പിക്കുന്നുണ്ടല്ലേ? ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിലുള്ള നടപടികളിലേക്ക് കൂടി പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന അടക്കം വേണ്ടതുണ്ട്. പക്ഷേ ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ കൂടുതൽ അത്തരത്തിലുള്ള രോഗികളാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടത്തിലുള്ള രോഗികളുടെ പൂർണ്ണമായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ, അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ഇടപെടുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും പ്രത്യേകിച്ച് ഒരു തീപിടുത്തം ആശുപത്രിയിലാണ് ഉണ്ടായത് എന്നത് വലിയ തോതിൽ രോഗികളിലും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരിലും അടക്കം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്. എല്ലാവരുടെയും സുരക്ഷ അത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ കൂടി ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ആശങ്ക പൂർണ്ണമായും ഒഴിയണമെങ്കിൽ ഈ പുകപടലങ്ങൾ ഉയരുന്നതടക്കമുള്ള ആ കാര്യങ്ങൾ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്. അതിന്റെ എപ്പോഴാണ് ഈ തീ ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്? എപ്പോഴാണ് ഷീജ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? എവിടെയാണ് ക്രിട്ടിക്കൽ കെയറിൽ തന്നെ എവിടെയാണെന്നൊക്കെ വ്യക്തമായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായി എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനപ്പുറത്തേക്ക് അവർ അതിന്റെ തുടർ നടപടികൾ, രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തുടർ നടപടികൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എപ്പോഴായിരുന്നു ഇത് ഈ ഒരു ആദ്യ സ്പാർക്ക് കണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത അല്പസമയത്തിനകം തന്നെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഏതായാലും മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ICUലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വലിയ തോതിലുള്ള ആശങ്ക മെഡിക്കൽ കോളേജ് സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അത് പുതിയ ബിൽഡിംഗ് ആണോ ഷീജ? ആ പുതിയ കെട്ടിടമാണോ? തീർച്ചയായും. അതായത് നമ്മൾ ഈ മെഡിക്കൽ കോളേജിന് 2 വശങ്ങളുണ്ട് ആ മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നത്. ഒന്ന് അത്യാഹിത വിഭാഗത്തിന്റെ ഭാഗമാണ്, മറ്റൊന്ന് നേരെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് കയറി വരുന്ന ഇടമാണ്. ആ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് കയറി വരുന്ന പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഇപ്പോൾ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായി നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അതിപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സുരക്ഷ, പ്രത്യേകിച്ചും രോഗികളുടെ സുരക്ഷ അത് ഉറപ്പാക്കണം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള നടപടികൾക്കാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പ്രാധാന്യം നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ രോഗികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അടിയന്തരമായിട്ട് തുടർ ചികിത്സയടക്കം ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിക്കുന്നത്. ശരി.